പത്തനംതിട്ട, തിരുവല്ല, കുറ്റൂർ, തൈമറവുംകരയിൽ അങ്കണവാടിയിലേക്കുള്ള നടവഴി സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചു. അങ്കണവാടിയിലെ കുട്ടികളും നച്ചാട്ട് ഹരിജൻ ഉന്നതിയിലെ 10 കുടുംബങ്ങളുമാണ് വഴിയടച്ചത് കാരണം വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. സബ് കളക്ടർ ഇടപെട്ട് ആ വിഷയത്തിൽ പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അങ്കണവാടിയിലെ കുഞ്ഞുങ്ങളും 10ഓളം കുടുംബങ്ങളും ഉപയോഗിക്കുന്ന വഴിയാണ് സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചത്. ഇതോടെ ആകെ ബുദ്ധിമുട്ടിലാണ് ഈ മനുഷ്യരുടെ ജീവിതം. 4 പതിറ്റാണ്ടിൽ അധികമായി അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. അംഗൻവാടിയിലേക്കും ഹരിജൻ ഉന്നതിയിലേക്കും പോകുന്നതിനായി 10 അടി വീതിയുള്ള വഴി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനടുത്ത സ്ഥലമുള്ള സ്വകാര്യ വ്യക്തി പൊതുസ്ഥലം കയ്യേറി അംഗൻവാടിയിലേക്കും നച്ചാട്ട് ഹരിജൻ ഉന്നതിയിലേക്കുമുള്ള വഴി അടച്ചുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പുറത്തു പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ മനുഷ്യർ. ഉയരമുള്ള മതിൽ മറികടന്ന് കാട് നിറഞ്ഞ സ്ഥലത്തുകൂടിയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. 2000-ലാണ് ഞങ്ങളിവിടെ വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കുന്നത്. അന്ന് മുതൽ ഞങ്ങൾ ഈ സ്ഥലത്തൂടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. 24 വർഷം ഞങ്ങൾ ഇതുവഴി നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവർ വസ്തു വാങ്ങിച്ച് ഇവിടെ വീടൊക്കെ വെച്ച് ആ വഴിയുടെ നടുക്കൂടെ വീട് വെച്ചു. ഒരു ആശുപത്രി കൊണ്ടുപോകാനോ ഒരു മരുന്ന് വാങ്ങിക്കാനോ ഇവിടെ നേഴ്സുമാരും മറ്റുള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്കൊന്ന് വരാനോ പോകാനോ ഒന്നും ഇവിടെ സമ്മതിക്കത്തില്ല, വരാൻ പറ്റത്തില്ല. അവരിപ്പം മരുന്നില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. വഴിയില്ലാതായതോടെ കുട്ടികൾക്ക് അംഗൻവാടിയിൽ വരാൻ കഴിയാതെയായി. നിലവിൽ സമീപ പ്രദേശത്തെ മറ്റൊരു കെട്ടിടത്തിലാണ് അംഗൻവാടി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ അംഗൻവാടിയിലെ ടീച്ചറാണ്. അവിടെ 10 അടി വീതിക്ക് വഴിയുണ്ട്. പക്ഷെ അവരത് ഓരോ ദിവസം കുറച്ചിപ്പോൾ അത് 3 അടി പോലും ഇല്ല. 3 അടി കൂടെ ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതും കൂടെ അടച്ച സ്ഥിതിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു തരത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ അംഗൻവാടിയിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവർക്ക് കൊണ്ട് തരാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്കൊരു സാധനം കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്നു THRSും അങ്കണപ്പൊടി ഗർഭിണികൾക്കും പാലൂട്ടും അമ്മയ്ക്കും ഉള്ള പൊടികളെല്ലാം വന്നിരിപ്പുണ്ട്. അതൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വിഷയത്തിൽ നാട്ടുകാർ RDOയ്ക്ക് പരാതി നൽകി. അന്വേഷണങ്ങൾക്കൊടുവിൽ വഴി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ഉത്തരവും വന്നു. എന്നാൽ ഇതുവരെ നടപ്പായില്ല. എതിർകക്ഷിയായിരുന്ന ആൾക്കാർ സ്ഥലം വാങ്ങിക്കുകയും അവിടെ വീട് വെക്കുകയും ചെയ്തപ്പം ആദ്യം 10 അടി എന്നുള്ള വഴി വീതി കുറഞ്ഞ് ലാസ്റ്റ് 3 അടിയായിട്ട് ശേഷിക്കുകയാണ് ഉണ്ടായിരുന്നത്. RDO പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വില്ലേജ് ഓഫീസറിന്റെയും സാന്നിധ്യത്തിൽ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് ഇൻസ്പെക്ഷന് ശേഷം നമ്മളെ 7-ാം തീയതി ഹിയറിംഗിന് വിളിപ്പിച്ചു. എങ്ങനെയാണോ വഴി ഉണ്ടായിരുന്നത് ആ പൂർവ്വസ്ഥിതിയിലാക്കണം എന്നാണ് 2-ാം തീയതി ഓർഡറിൽ പറയുന്നത്. നാളിതുവരെ ആ ഓർഡർ നടപ്പാക്കിയിട്ടില്ല. സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ട് തങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. സ്വകാര്യ വ്യക്തി വഴി കെട്ടിയടച്ചത് ചട്ടവിരുദ്ധമായെന്ന് RDOയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വഴി തുറന്നു നൽകാൻ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണം. ഇവരും മനുഷ്യരാണ്, അവർക്കും വഴി നടക്കണം, ജീവിക്കണം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.